നമുക്ക് അല്പ നിമിഷങ്ങൾ ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ കർത്താവിൽ വന്ദനം പറയുന്നു. ഇന്ന് പകൽ കർത്താവ് നമുക്ക് തന്ന ഈ നല്ല അവസരങ്ങൾക്കായിട്ട് ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് പകൽ കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് കർത്താവിൻ്റെ തിരുമേശയോടുള്ള ബന്ധത്തിൽ പറഞ്ഞ് ഒരു വേദഭാഗം വായിച്ചുകൊണ്ട് അല്പനിമിഷങ്ങൾ ദൈവവചനം നിങ്ങളുമായി പങ്കിടുവാനായിട്ട് ആഗ്രഹിക്കുന്നു. കൊരിന്ത്യർ ലേഖനം 1 Corinthians chapter 11 11-ാമത്തെ അധ്യായം അതിന്റെ 26-ാം വാക്യം. 1 Corinthians chapter 11:26. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. You proclaim the Lord's death until he comes. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചെറിയ ചെറിയ സമയങ്ങളിൽ ചെയ്തു തീർക്കേണ്ട ചില കാര്യങ്ങളും, ഒരു മനുഷ്യന് ഒരു ജോലി അത് ചെയ്ത് അല്ലെങ്കിൽ ആ ജോലി ചെയ്ത് റിട്ടയർമെൻ്റ് ആകുന്ന അല്ലെങ്കിൽ ആ ജോലി അവസാനിപ്പിക്കുന്ന ഒരു സമയമുണ്ടാകാം. പഠനത്തിന് ഒരു സമയമുണ്ട്. സ്കൂളിൽ കോളേജിൽ പഠിക്കേണ്ടുന്ന ഒരു കാലഘട്ടമുണ്ട്. അത് കുറേ നാൾ പഠിച്ച് ആ പഠിത്തം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ആ ഒരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഉദ്ദേശം പൂർത്തീകരിക്കപ്പെടുകയും, എന്നാൽ കർത്താവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് വന്നിട്ടുള്ള ഞാനും നിങ്ങളും, നമ്മൾ ഓരോരുത്തരും അവൻ നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ആ ദൗത്യം, അതിൻ്റെ പൂർത്തീകരണം സംഭവിക്കുന്നത് മാനുഷികമായി പറഞ്ഞാൽ ഒന്നിൽ ക്രിസ്തുവിൻ്റെ വരവോളം അല്ലെങ്കിൽ അവൻ നമ്മളുടെ ഈ ലോക ജീവിതത്തിൻ്റെ അവസാനത്തോളം ആയിരിക്കും എന്നുള്ളത് നമ്മൾ അറിയണം. ഇവിടെ ഒരു കാര്യം വായിക്കുന്നത് എങ്ങനെയാണ്? കർത്താവിൻ്റെ വരവോളം. എല്ലാ പ്രാവശ്യവും നമ്മൾ യോഗം അവസാനിപ്പിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടാണ് പോകുന്നത്, കർത്താവായ യേശുവേ വരണമേ. ചിലർ വേഗം വരണമേ എന്ന് പറയും. വേഗം വരണമേ എന്ന് പറയുന്നത് തെറ്റില്ല. ബൈബിൾ എഴുതിയിരിക്കുന്നത് വരണമേ എന്ന്. പിന്നെ അത്ര അത്യാവശ്യം വന്നേ പറ്റൂ എന്നുള്ളവർക്ക് നമുക്ക് വേഗം വരണമേ എന്ന് പറയുന്നതിലും തെറ്റൊന്നുമില്ല. പക്ഷേ വരണമേ എന്ന് പറഞ്ഞ് ആമേൻ സ്തോത്രം, ആമേൻ യേശു കർത്താവ് വരണമേ നമ്മൾ പറഞ്ഞ് പോകുമ്പോൾ നമ്മൾ പല സമയത്ത് പറയാറുണ്ട്, ഇനി നമ്മൾ കാണുന്നതിന് മുമ്പ് ഒരുപക്ഷെ കർത്താവ് വരാൻ സാധ്യതയുണ്ടെന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ പിറ്റേ പ്രാവശ്യം നമ്മൾ വരും. പിറ്റേ പ്രാവശ്യവും പ്രാർത്ഥനയ്ക്ക് അവസാനം നമ്മൾ പറയും, പോകാൻ നേരത്ത് പറയും, കർത്താവായ യേശുവേ വേഗം വരണമേ. കർത്താവ് പറഞ്ഞ് ഞാൻ വേഗം വരുന്നു എന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞ് വേഗം വരുന്നു. സഭ പറയുന്നത് കർത്താവായ യേശുവേ വരണമേ. വേഗം വന്നതാണോ? വരണമേ എന്ന്. കർത്താവ് പറഞ്ഞ് ഞാൻ വേഗം വരുന്നു. കർത്താവ് പറഞ്ഞിട്ട് 2000 വർഷമായി. കർത്താവ് വേഗം വരുമോ? കർത്താവ് വേഗം വരും. ഓക്കെ, എൻ്റെ വിഷയം അതല്ല. നമ്മൾ അടുത്ത ആഴ്ച വീണ്ടും വരും. നമ്മൾ പോകാൻ നേരത്ത് പറയും, കർത്താവ് പറയും ഞാൻ വേഗം വരുന്നു. നമ്മൾ പറയും ആമേൻ കർത്താവേ വരണമേ. പിറ്റേ ആഴ്ചയിൽ നമ്മൾ മരിച്ചില്ലെങ്കിൽ, കർത്താവ് വന്നില്ലെങ്കിൽ വീണ്ടും വരും. പിറ്റേ ആഴ്ചയിൽ നമ്മുടെ ശുശ്രൂഷകളെല്ലാം തുടരും. അന്ന് പോകുമ്പോഴും കർത്താവിൻ്റെ വചനം പറയും കർത്താവ് വേഗം വരും എന്ന് പറഞ്ഞ് നമ്മൾ പറയുന്നു ആമേൻ കർത്താവേ വരണം. ഇത്രയും നാള് വരണമേ കർത്താവ് പറഞ്ഞു ഞാൻ വേഗം വരുന്നു എന്ന് പറഞ്ഞിട്ടും നമുക്കാർക്കെങ്കിലും കർത്താവേ ഇതുവരെ അങ്ങ് വന്നില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ ഇന്നുവരെയും വേഗം വരണമേ എന്ന് പറഞ്ഞിട്ട് കർത്താവേ ഇതുവരെയും വന്നില്ലല്ലോ എന്ന് എപ്പോഴെങ്കിലും മനസ്സിൽ തോന്നിയിട്ടുണ്ടോ? ഇല്ലല്ലേ? അത്രയും താമസിക്കുന്നു, ഞങ്ങൾക്ക് അത്രയും നല്ലതാണ് എന്നാരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? ഇവിടെ ഒരു കാര്യം, കർത്താവ് വരുവോളമെന്ന്. ഇത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുശരീര രക്തങ്ങളുടെ ശുശ്രൂഷ സഭയ്ക്ക് കൈമാറുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ് അവൻ്റെ ഒരു കാര്യമാണ്, കർത്താവ് വരുവോൾ ഈ അപ്പം തിന്നുകയും ഈ പാത്രത്തിൽ നിന്ന് നിങ്ങൾ കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും
എന്താണ്? എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കും. കർത്താവ് വരുവോളം യേശു ക്രിസ്തുവിന്റെ മരണത്തെ പ്രസ്താവിക്കും. എപ്പോൾ വരെയൊക്കെയാണ്? കർത്താവ് until he comes, അവൻ വരുവോളം. ഇന്ന് പകൽ ഒരു കാര്യം, അവൻ സ്തോത്രം, എല്ലാവരും അറിയേണ്ട ഒരു കാര്യം ഞാൻ പറയാം. കർത്താവ് വരുവോളം, കർത്താവ് വരുവോളം, അല്ലെങ്കിൽ നമ്മുടെ ജീവൻ കർത്താവിങ്കൽ അവൻ ചേരുവോളം അവൻ നമ്മൾ കർത്താവിന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു, കർത്താവിനെ കുറിച്ച് പ്രകീർത്തിക്കുന്നു, കർത്താവിനെ കുറിച്ച് പാടുന്നു, കർത്താവിൽ വളരാൻ നമ്മളെ തന്നെ സമർപ്പിക്കുന്നു, കർത്താവിന്റെ വചനം നമ്മൾ കേൾക്കുന്നു, കർത്താവിന്റെ ആലോചനയ്ക്ക് മുമ്പാകെ നമ്മളെ തന്നെ കീഴ്പ്പെടുത്തുന്നു. എപ്പോൾ വരെ? അവന്റെ വരവ് വരെ. until he comes, until he comes. ഞാൻ ആ വാക്യം വായിക്കുമ്പോൾ അവൻ കർത്താവ് ഈ വിഷയത്തിൽ, അല്ലെങ്കിൽ ഈ until he comes, കർത്താവിന്റെ വരവോളം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തിൽ ഞാൻ അതിൻ്റെ ഒരു മറുവശം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാനാണ് ആഗ്രഹിക്കുന്നത്. ഇത്രയും നാളത്തെ വിശ്വാസ ജീവിതത്തിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അറിയണം, എത്രയോ പോരാട്ടങ്ങൾ, എത്രയോ പ്രതിസന്ധികൾ, അത് വിശ്വാസ ബന്ധത്തിലാണ്. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വിവിധ പ്രയാസങ്ങൾ വരുമ്പോൾ വിശ്വാസത്തോടുള്ള ബന്ധത്തിൽ നാം അഭിമുഖീകരിച്ചിട്ടുള്ള എത്രയോ കാര്യങ്ങൾ ഉണ്ടെന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും നന്നായിട്ട് അറിയാം. ഇവിടെ കഥ പറയും, നിങ്ങൾ കർത്താവിന്റെ വരവോളം അവന്റെ മരണത്തെ. ഇത്രയും വർഷമായി നമ്മൾ തുടർമാനമായിട്ട് ഇത് ചെയ്യുകയാണ്. നമ്മൾ അതിൻ്റെ ഇടയിൽ ഉയർച്ച താഴ്ചകൾ, സന്തോഷ സന്താപങ്ങൾ, വേദനകളും അവൻ പ്രയാസങ്ങളും ഒക്കെ വന്നിട്ടും തുടർമാനമായിട്ട് അവന്റെ വരവരെ നിങ്ങൾ അവന്റെ മരണത്തെ, അത് മറ്റു ഭാഷകളിൽ പറഞ്ഞാൽ, മറ്റു രീതിയിൽ പറഞ്ഞാൽ, അവന്റെ വരവരെയും നിങ്ങൾ കർത്താവിൽ വിശ്വസിപ്പാൻ, അവന്റെ വരവരെയും നിങ്ങൾ ക്രിസ്തുവിൽ വളരാൻ, അവന്റെ വരവരെയും ക്രിസ്തുവിൽ നിങ്ങൾ തുടരാൻ, അവന്റെ വരവരെയും നിങ്ങൾ ക്രിസ്തുവിന്റെ വചനത്തിൽ ആശ്രയിപ്പാൻ, അവന്റെ വരവ് വരെയും. പക്ഷേ ഇവിടെ ഇരിക്കുന്നവരെല്ലാം വിവിധ സമയങ്ങളിൽ ഒരു പക്ഷേ അതിന് പലപ്പോഴും വീഴ്ചകൾ വന്നിട്ടുള്ളവർ, താഴ്ചകൾ വന്നിട്ടുള്ളവർ, അതിന് ചിലപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റാത്തവർ, ചെയ്യാൻ കഴിയാത്തവർ ഉണ്ടെങ്കിൽ ഇന്ന് പകൽ ആമേൻ ഇത് കർത്താവിന്റെ വരവ് വരെയും ചെയ്യാൻ, അത് നമ്മുടെ ആത്മീയ ജീവിതമാകട്ടെ, ആരാധനയാകട്ടെ, പ്രാർത്ഥനയാകട്ടെ, വിശുദ്ധ ജീവിതമാകട്ടെ, ഇന്ന് നമ്മൾ കേട്ടതുപോലെ അന്യോന്യം സ്നേഹിച്ചും പ്രബോധിപ്പിച്ചും ആത്മീയവർദ്ധനം വരുത്തി ജീവിക്കുന്ന കാര്യമാകട്ടെ, ചെയ്യേണ്ടതിന് നമ്മളെ പ്രചോദിപ്പിക്കുന്ന 3 വേദഭാഗങ്ങൾ ഞാൻ ഇന്ന് പകലിൽ വായിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അത് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ ആമേൻ ഉപമകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന്. ആമേൻ എല്ലാ ഉപമകളും പ്രധാനപ്പെട്ടതാണ്. എങ്കിലും ലോകത്തിൽ ഈവൻ അവിശ്വാസികളുടെയിലും പ്രചരിക്കപ്പെട്ട ആമേൻ 3 ഉപമകൾ പറഞ്ഞിട്ടുള്ള ഒരു അധ്യായത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരികയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായമാണ് ആ 3 ഉപമകൾ ഉൾക്കൊള്ളുന്ന അധ്യായം. അതിൽ 3 ഉപമകൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. ഒന്ന് നഷ്ടപ്പെട്ട ആടിന്റെ ഉപമയാണ്, രണ്ടാമത് നഷ്ടപ്പെട്ട ബ്രഹ്മയുടെ ഉപമയാണ്, മൂന്നാമത് നഷ്ടപ്പെട്ട മകന്റെ ഉപമയാണ്, അല്ലെങ്കിൽ the parable of the lost sheep, the lost coin and the lost son. ഈ ഉപമ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാകൊണ്ട് ഞാൻ ഈ 3 ഉപമകളിൽ നിന്ന് ഓരോ വാക്യങ്ങൾ ഞാൻ ആമേൻ നിങ്ങളുടെ മുമ്പാകെ വയ്ക്കാം. ഈ 3 വാക്യങ്ങളും ആമേൻ ദൈവത്തിന് മറ്റേ വാക്യത്തിൽ കൊരിന്ത്യലേഖനത്തിൽ നമ്മൾ വായിച്ചെന്തുവാ, നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും അവൻ കർത്താവ് വരുവോളം, ആ പദം കണ്ടോ, until he comes, കർത്താവ് വരുവോളം അവന്റെ മരണത്തെ നിങ്ങൾ പ്രസ്താവിക്കുന്നു. അവൻ ക്രിസ്തീയ ജീവിതത്തിന്റെ, വിശ്വാസ ജീവിതത്തിന്റെ, ആത്മീയ ജീവിതത്തിന്റെ അനുഭവം അവൻ മടുക്കാതെ കുറയാതെ എത്ര നാൾ വരെ കഴിയണമെന്നാ പറയുന്നത്, കർത്താവിന്റെ വരവോൾ. അവിടെ until he comes, നമ്മൾ കർത്താവിനെ മുഖാമുഖം കാണുവോളം, കർത്താവിന്റെ കാഹള ശബ്ദം നമ്മുടെ ചെവിയിൽ കേൾക്കുവോളം, കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ നിൽക്കുവോളം. അത് അത്ര പ്രയാസം
അത് വളരെ പ്രയാസമുള്ളതായിട്ടാണ് നമുക്ക് തോന്നുന്നെങ്കിൽ, ആമേൻ, അല്ലെങ്കിൽ അങ്ങനത്തെ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇന്ന് പകൽ ഇതിന്റെ മറുവശം ഞാൻ പറയാൻ വേണ്ടി തുടങ്ങുകയാണ്. അത് ചുങ്കക്കാരും പാപികളുമെല്ലാം യേശുവിന്റെ വചനം കേൾക്കുവാൻ യേശുവിന്റെ അടുക്കൽ വന്നു. 15:1 ആരാ വന്നേ? ചുങ്കക്കാരും പാപികളും എല്ലാം യേശുവിന്റെ അടുക്കൽ വചനം കേൾക്കുവാൻ വേണ്ടി വന്നു. അവിടെ ദേവാലയം ഉണ്ടായിരുന്നു, അവിടെ സിനഗോഗുകൾ ഉണ്ടായിരുന്നു. അവിടെയും വചനം വായിക്കും, അവിടെയും വചനം പ്രസംഗിക്കപ്പെടുക പതിവുണ്ടായിരുന്നു. യേശു സിനഗോഗിൽ പ്രസംഗിച്ച കാര്യം അറിയാം. പക്ഷെ അവിടെ പോകാത്ത 2 കൂട്ടരാണ് ഇവർ. ആരാ? ചുങ്കക്കാരും പാപികളും. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കണം, മറ്റൊരു ഉപമയിൽ യേശു കർത്താവ് പറഞ്ഞു, അവൻ ഒരിക്കൽ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരു ചുങ്കക്കാരനും ഒരു പരീശനും പ്രാർത്ഥനയ്ക്ക് വേണ്ടി എവിടെ ചെന്നതാ? ദേവാലയത്തിൽ, മന്ദിരത്തിൽ ചെന്നു എഴുതിയിരിക്കുന്നത്. അവിടെ ആ ചുങ്കക്കാരൻ നിന്ന സ്ഥലത്തെ കുറിച്ച് പറയുന്നുണ്ട്. അവൻ പുറകിൽ മാറി നിന്നു. കാര്യം അവനറിയാം അവിടെ മുമ്പിൽ നിൽക്കാൻ ഉള്ള യോഗ്യത തനിക്കില്ല എന്ന്. പക്ഷെ യേശു പ്രസംഗിച്ചത് എല്ലായ്പ്പോഴും മന്ദിരത്തിലായിരുന്നില്ല, അല്ലെങ്കിൽ സിനഗോഗിലായിരുന്നില്ല, ദേവാലയത്തിലായിരുന്നില്ല. യേശു പ്രസംഗിച്ചത് മലയുടെ മുകളിലും, യേശു പ്രസംഗിച്ചത് പൊതുസ്ഥലങ്ങളിലും കടൽ തീരത്തുമൊക്കെ പ്രസംഗിച്ചു. അപ്പൊ യേശുവിന്റെ പ്രസംഗം കേൾക്കാൻ, അപ്പോൾ അവിടെ നിന്ന് അവിടെ പോകാൻ പറ്റാത്തവർക്ക്, അല്ലെങ്കിൽ അവരുടെ അയോഗ്യത കൊണ്ട് മന്ദിരത്തിൽ പ്രവേശിപ്പാൻ കഴിയാതിരുന്നവർ യേശുവിന്റെ പ്രസംഗം കേൾക്കാൻ യേശുവിന്റെ അടുക്കൽ വന്നുകൂടി. ഓക്കെ, അവിടെ വന്നുകൂടി. അവൻ പാപികളെ കൈക്കൊണ്ട് അവരോടുകൂടെ ഭക്ഷിക്കുന്നു എന്ന് പരീശന്മാരും ശാസ്ത്രിമാരും പറഞ്ഞ് പിറുപിറുത്തുന്നതിനാ ഇവര് യേശു പാപികളെ കൈക്കൊണ്ട് അവരോടുകൂടെ ഭക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പരീശന്മാരും ശാസ്ത്രിമാരും പിറുപിറുത്തു. ഈ പിറുപിറുത്ത് ആളുകൾ യേശുവിന്റെ അടുക്കൽ നിൽക്കുന്നത് കണ്ട് യേശു അവൻ പറഞ്ഞ 3 ഉപമകളിൽ അവൻ 3 വാക്യങ്ങളാണ് ഇന്ന് പകൽ നമ്മുടെ ആത്മീയ ജീവിതത്തിന് പ്രോത്സാഹനമായി ഒരു വലിയ വെല്ലുവിളിയായി തീരുവാൻ അവൻ സ്തോത്രം ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ആ വാക്യം വയ്ക്കും. നഷ്ടപ്പെട്ട ആടിന്റെ ഉപമ എല്ലാവർക്കും അറിയാമല്ലോ, എല്ലാവർക്കും അറിയാം. ഞാൻ അതിൽ ഒരു വാക്യം നിങ്ങളുടെ മുമ്പാകെ വെക്കുകയാണ്. അതിന്റെ 4ാമത്തെ വാക്യം ഇങ്ങനെയാണ്. അതിന്റെ തൊട്ട് മുമ്പിൽ വായിക്കുന്നു. അവരോട് അവൻ ഒരു ഉപമ പറഞ്ഞു. വായിച്ചാട്ടെ. നിങ്ങളിൽ ഒരാൾക്ക് 100 ആട് ഉണ്ടെന്നിരിക്കട്ടെ. ആർക്കാ? നിങ്ങളിൽ ഒരാൾക്ക് 100 ആട് ഉണ്ടെന്നിരിക്കട്ടെ. 100 ആട്. സാറിന് കേട്ടിട്ടുള്ളത് ഇത് ആരെ കുറിച്ചാണെന്നാ? ഈ ശാസ്ത്രിമാരും പരീശന്മാരോട് പറയുന്നത്. നഷ്ടപ്പെട്ട ആടിനെ കണ്ടെത്തിയത് ആരാ? നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് യേശുവല്ലേ, ദൈവമല്ലേ നഷ്ടപ്പെട്ട ആടിനെ. പക്ഷെ ഇവിടെ ആ ഉപമ തുടങ്ങുന്നത് എന്നാണെന്നറിയോ? നിങ്ങളിൽ ഒരാൾക്ക് 100 ആടുണ്ടെന്ന് ഇരിക്കട്ടെ. അടുത്തത്, അതിൽ ഒന്ന് കാണാതെ പോയാൽ അവൻ 99 മരുഭൂമിയിൽ വിട്ടേച്ച് മരുഭൂമിയിൽ വിട്ടേച്ച് ആ കാണാതെ പോയതിനെ കണ്ടെത്തും വരെ നോക്കി തിരക്കാതിരിക്കുമോ? ആ കാണാതെ പോയതിനെ എപ്പോ വരെ until he finds. ഇതിന് ഉത്തരം പറയേണ്ടത് നിങ്ങളാണ്. നിങ്ങൾ പറഞ്ഞാൽ നമ്മളാണ്. ഇതിന്റെ ഉത്തരം അങ്ങനെ കഥ പറഞ്ഞ, നിങ്ങൾ ഒരാൾക്ക് 100 ആടുണ്ടെന്നിരിക്കട്ടെ, അതിൽ ഒന്ന് കാണാതെ പോയാൽ അവൻ 99 മരുഭൂമിയിൽ വിട്ടേച്ച് ആ കാണാതെ പോയതിനെ കണ്ടെത്തും വരെ ക്വസ്റ്റ്യൻ മാർക്ക് നോക്കി നടക്കാതിരിക്കും. നിങ്ങൾക്കൊരാൾക്ക് 100 ആടുണ്ടെന്നിരിക്കട്ടെ, ഒന്നിനെ നഷ്ടപ്പെട്ടാൽ 99 വിട്ടേച്ച് നഷ്ടപ്പെട്ട ഒന്നിനെ കണ്ടെത്തും വരെ നോക്കി നടക്കാതിരിക്കൂ.
എന്താ നമ്മൾ പറയുന്നു? ഉദാഹരണം കഴിയും അല്ല, മറുപടി എന്നാ? ഒന്നല്ലേ പോയുള്ളൂ, ബാക്കി 99 കസ്റ്റഡിയിൽ പറയൂ. നമ്മൾ ചിലപ്പോൾ പറയായിരിക്കും, പക്ഷേ ഇതിന്റെ കോണ്ടെക്സ്റ്റ് എന്നാണെന്നറിയോ? ഇവിടെ നമ്മുടെ ഇരിക്കുന്ന സിറ്റുവേഷൻ ഇരിക്കുന്ന ആൾക്കാരോടല്ല യേശു പറഞ്ഞേ. നിങ്ങൾ ആരെങ്കിലും പറയോ ഭയങ്കരമായി രാത്രിയായി, ഇത് സാധാരണ എണ്ണുന്നത് തിരിച്ചു വരുമ്പോഴാണ്, തിരിച്ചു വന്നതിനെ കേട്ടുമ്പോഴാണ് എണ്ണുന്നത്. അന്നേരമാണ് അറിയുന്നേ ഒരെണ്ണം. അപ്പൊ നിങ്ങൾ പറയൂ ഇന്ന് രാത്രിയായി, ഇനി നാളെ അങ്ങോട്ടാണല്ലോ പോകുന്നത്. അപ്പൊ വഴിയിൽ എവിടെയെങ്കിലും നാളെ അങ്ങോട്ട് പോകുമ്പോൾ സാധനത്തിനെ കാണത്തില്ല, വെല്ലുവിന്റെ വയറ്റി. അങ്ങനെ പറയൂ. രണ്ട്, പകല് തന്നെ ഇതുങ്ങളെ അടിച്ചുകൊണ്ട് പോകാൻ പാടാം. ആ വഴിയിൽ ഞാൻ എങ്ങനെ രാത്രിയിൽ ഇതിനു വേണ്ടി പോകുമെന്ന് പറയൂ. ഞാൻ അതിൻ്റെ വേറൊരു ഭാഷാന്തരം പറയുന്നതേ ഉള്ളൂ. 99 മാത്രം ഉണ്ടെന്ന് പറയൂ, രാത്രിയായെന്ന് പറയൂ, പകല് തന്നെ കൊണ്ടു നടക്കാൻ പ്രയാസമുള്ള സ്ഥലത്ത് കൊണ്ടുപോകാൻ പറയൂ. നിങ്ങളിലാണെങ്കിൽ നിങ്ങൾ എന്ത് പറയുമെന്ന് ഉള്ള ചോദ്യത്തിന് കർത്താവ് അതിൻ്റെ അകത്ത് തന്നെ പറയുന്നൊരു മറുപടി ഉണ്ട്. ആമേൻ. കാണാതെ പോയ 99 മരുഭൂമിയിൽ വിട്ട് നഷ്ടപ്പെട്ട ഒന്നിനെ കണ്ടെത്തും വരെ എന്ന പദത്തിന് ഞാൻ ഇന്ന് കഴിഞ്ഞ ദിവസം ഞാനൊരു വാക്യം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഹൃദയത്തെ സ്പർശിച്ചത് കൊണ്ട് ഞാൻ ഇന്ന് പ്രസംഗിക്കുന്നത്. കണ്ടെത്തും വരെ, കണ്ടെത്തും വരെ, കണ്ടെത്തും വരെ, കണ്ടെത്തും വരെ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഹൃദയംഗമമായി ദൈവത്തെ ആരാധിക്കാൻ, അതിൻ്റെ മറ്റൊരു അർത്ഥം ഇന്ന് പകരം അതിനോട് പറയാം. കണ്ടെത്തും വരെ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്നറിയാമോ? Until means the search doesn't stop until he finds. അതായത് കണ്ടെത്തും വരെ എന്തുകൊണ്ടിരിക്കുക? എപ്പോ വരെ? 3 മണി വരെ എന്നാണോ? 5 മണി വരെ എന്നാണോ? മഴ പെയ്ത വരെ എന്നാണോ? അല്ല, എവിടെ വരെയാ? കണ്ടെത്തും വരെ. Until, അതുവരെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം the search does not stop. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ? അതുവരെ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇടയ്ക്ക് ഒരിക്കലും അദ്ദേഹം ഗിവ് അപ്പ് ചെയ്തില്ലെന്ന് ആണോ? ഇനിയിപ്പൊ തിരിച്ച് പോയേക്കാം എന്ന് പറഞ്ഞിട്ടില്ല. ഇനി അടുത്ത കാര്യം, അതിനെല്ലാം ആ ഇടയനെ പ്രേരിപ്പിച്ചത് എന്തായിരിക്കും എന്നറിയാം? ആ ഒരാടിനെ കുറിച്ചുള്ള സ്നേഹമാണെങ്കിൽ ഇന്ന് പകലിൽ നിങ്ങളിൽ ഒരാൾക്ക് 100 ആടുണ്ടെന്നിരിക്കട്ടെ, ഈ വിഷയത്തിൽ ആമേൻ സ്തോത്രം നമ്മളോട് ചോദിക്കുന്നു, കണ്ടെത്തും വരെ. ഡിസപ്പോയിൻമെന്റ് ആകാൻ, ഗിവ് അപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ നിരാശപ്പെടാൻ, വിട്ടുകളയാൻ, കുഴഞ്ഞു പോകാൻ സാധ്യതകൾ ഉണ്ടായിട്ടും, ഇത് കർത്താവ് പറയുന്നത് ദൈവത്തെ കുറിച്ചാണെന്ന് പിന്നീട് അതിന്റെ താഴെ ഭാഗങ്ങൾ എഴുതിയിട്ടുണ്ട്. പറഞ്ഞിട്ടും നമ്മളെ ദൈവം അങ്ങനെയാണ് കണ്ടെത്തിയെങ്കിൽ ഇന്ന് പകൽ തിരിച്ച് കർത്താവ് വരുവോളം, അവനെ നമ്മൾ കണ്ടെത്തുവോളം, അവൻ സ്തോത്രം ഇന്ന് പകൽ അറിയുക. അവൻ സ്തോത്രം our search will not stop. അവൻ കർത്താവിനെ ആരാധിക്കുന്നത്, കർത്താവിനെ അനുഗമിക്കുന്നത്, കർത്താവിനെ മഹിമപ്പെടുത്തുന്നത് അവസാനിപ്പിക്കാൻ കഴിയില്ല. അത് നമുക്ക് ഗിവ് അപ്പ് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ വിട്ട് കളയാൻ കഴിയത്തില്ല. അത് നമ്മളെ കണ്ടിന്യൂ ചെയ്യിക്കേണ്ടത് കർത്താവിനുള്ള സ്നേഹമായിരിക്കണമെന്ന്. ഇവിടെ ഇരിക്കുന്ന രക്ഷിക്കപ്പെട്ട, വാസ്തവമായി രക്ഷിക്കപ്പെട്ട ഏതൊരു ദൈവ പൈതലും ഹൃദയംഗമമായി പറയാൻ കഴിയും, നഷ്ടപ്പെട്ട എന്നെ അവൻ കർത്താവ് കണ്ടെത്തും വരെ. ചില സമയത്ത് ദൈവത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവത്തിന്റെ സ്വഭാവം നമ്മുടെ ഹൃദയത്തെ
അവൻ ആ സ്നേഹത്തിന് മുമ്പാകെ നുറുക്കുന്നത്, അവൻ ഉടയ്ക്കുന്നത് കാണാൻ കഴിയും. പുനരുത്ഥാനം പ്രാപിച്ച യേശുവിനെ കണ്ട പത്രോസ് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോവാന്ന് പറഞ്ഞു. ഇന്ന് പകൽ എനിക്ക് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഹൃദയത്തിൽ തന്ന ഒരു ഭാരമാണ് ഞാൻ പറഞ്ഞേ, ഈ പിന്മാറ്റത്തിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, പിന്മാറ്റത്തിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അറിയണം, ഞാൻ അടക്കം എല്ലാവരുടെയും മുമ്പിൽ പ്രസംഗിക്കുന്നുണ്ടായിരിക്കും. ചില സമയങ്ങളിൽ എനിക്കും ആത്മീയ പിന്മാറ്റം ഉണ്ടായിട്ടുണ്ട്. നിങ്ങളാരും അറിഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ അറിഞ്ഞ ഒരു കാര്യം പറയാം. യേശുവിനെ കണ്ടിട്ടും എനിക്ക് അത്ഭുതമാണ്. യേശുവിന്റെ പുനരുത്ഥാനം കണ്ട പത്രോസ് മീൻ പിടിക്കാൻ വേണ്ടി പോയപ്പോൾ കുറെ പേര് പറഞ്ഞു, ഞങ്ങളും പോരാന്ന്. അവരിങ്ങനെ ആര് പറയുമെന്ന് കണ്ടിരിക്കുക. അന്നേരം ലീഡർ തന്നെ പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ. മറ്റവര് ഈ ആരെങ്കിലും പറഞ്ഞാൽ പോവാന്ന് കണ്ടിരിക്കുക. പകുതി അവിടെയും പകുതി ഇവിടെയും കണ്ടിരിക്കുമ്പോഴാണ് ഒരാൾ പറയുന്നത് പോയേക്കുവാന്ന്. അന്നേരം പോയ പത്രോസിന്റെ അടുക്കൽ അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്, യേശു ആ സമുദ്ര തീരത്ത് വന്ന് അവർക്ക് വേണ്ടി പ്രാതലൊരുക്കി അവർക്ക് വേണ്ടി കാത്തിരുന്ന എല്ലാവർക്കും അറിയാമല്ലോ. എല്ലാവർക്കും അറിയാം. അവിടെ കോൺവെർസേഷൻ നടക്കുന്ന ആരുമായിട്ടാണെന്നറിയോ? പത്രോസുമായിട്ടാണ്. മറ്റുള്ളവരൊക്കെ ഇട്ടിട്ട് പോയവരാ. പക്ഷെ യേശു അവിടെ സംസാരിക്കുന്നത് പത്രോസിനോടാണ്. യേശു പത്രോസിനോട് കാര്യം എന്താണെന്നറിയോ? അന്ന് വിളിച്ചപ്പോൾ അവൻ ഒരു കാര്യം പറഞ്ഞു, നീ കേഫയാകുന്നു, നീ പത്രോസാകുന്നു. മറ്റൊരിക്കൽ യേശു പത്രോസിനോട് പറഞ്ഞു, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. അവൻ ഞാൻ എൻ്റെ സഭയെ പണിയും. ഇതെല്ലാം പറഞ്ഞ് ഇദ്ദേഹത്തെ ഉറപ്പിച്ച് സംസാരിച്ചതാ. പക്ഷെ ഇപ്പൊ എന്താ പറ്റിയെന്നറിയോ? പുള്ളി ഇതെല്ലാം മറന്നു. സഭ പണിയുന്നത് മറന്നു, താക്കോലും മറന്നു, എല്ലാം മറന്നു. അദ്ദേഹത്തിന് ഇപ്പോൾ ആഗ്രഹം മീൻ പിടിക്കുക എന്നുള്ളതാണ്. പക്ഷെ നിങ്ങൾ എല്ലാവരും ഒരു കാര്യം ശ്രദ്ധിച്ചോണം. യേശു കർത്താവ് ആ പത്രോസിന് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യുക. എന്തിനാ? അവൻ പത്രോസിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. എന്നറിയാമോ? അവിടെ നമ്മൾ കാണുന്നുണ്ട്, പത്രോസിനോട് ചോദിക്കുന്ന ചോദ്യം നമുക്കറിയാം. എന്നിട്ട് പറയുന്നുണ്ട്, നീ എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്ക. അവിടെ പത്രോസിനെ കണ്ടെത്തി. ഇനി പത്രോസ് അവിടുന്ന് വേറൊരു സ്ഥലത്ത് പോയെന്ന് വിചാരിക്കുക. അവിടെ യേശു ചെല്ലാൻ സാധ്യത ഉണ്ടായിരുന്നോ? 100% ഉണ്ടെന്നുള്ളതാണ്. ഇന്ന് പകലിൽ ഞാനൊരു കാര്യം ദൈവനാമ മഹത്വത്തിന് വേണ്ടി പറയുന്നു. അവൻ പിശാച് ഒരു മനുഷ്യനെ റീപ്ലേസ് ചെയ്ത് വേറെ സ്ഥലത്തോട്ട് മാറ്റിയാലും ദൈവത്തിന്റെ കണ്ണ് കണ്ടവനെ അവൻ കണ്ടെത്തി മടക്കിക്കൊണ്ട് വരുന്ന ദൈവമാണെന്ന്. മോശ അവൻ ജനിച്ചത് എബ്രായ വീട്ടില്, വളർന്നത് ഈജിപ്തിൽ ഫറവോന്റെ കൊട്ടാരത്തിലാണ്. 40 വർഷം അവിടെ ജീവിച്ചു. പിന്നെ അവൻ എങ്ങോട്ടാ ഓടിപ്പോയെ? മിഥ്യാനിലേക്ക്, അല്ലേ? അമ്മായിപ്പന്റെ ആടുകളെ മേയിച്ച് 80-ാമത്തെ വയസ്സിൽ ദൈവം അദ്ദേഹത്തിന് പ്രത്യക്ഷനാകുന്നത് ഇന്ന് പകൽ ആരാധന മധ്യത്തിൽ ദൈവന്റെ ഹൃദയത്തിൽ അതേ പിക്ചർ ഇങ്ങനെ തന്നു. അദ്ദേഹം ഒരു കാഴ്ച കണ്ടു, കത്തുന്ന ഒരു മുൾപ്പടർപ്പ്. അത് കത്തുന്നുണ്ട്, പക്ഷെ വെന്തു പോകുന്നില്ല. നിങ്ങൾക്കറിയാം, അതൊരു സാധാരണ ഒരു കാഴ്ചയാണ്. ഈ വൈൽഡ് ഫയർ എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെ കണ്ടതാ. പക്ഷേ താൻ പലപ്പോഴും അങ്ങനത്തെ വൈൽഡ് ഫയർ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് വ്യത്യസ്തമായിരിക്കുന്നു. എന്ത്? അവൻ കത്തുന്ന മുൾപ്പടർപ്പ്, പക്ഷെ അത് വെന്ത് പോകുന്നില്ല. അതെന്തെന്ന് കാണാൻ മോശ തിരിഞ്ഞു. അപ്പോൾ യഹോവ തന്നോട് സംസാരിച്ച ഒരു വാചനത്തിന്റെ ഒരു ഭാഗം ഇങ്ങനെയുണ്ട്. അപ്പോൾ യഹോവ തന്നോട്, അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായി നിന്റെ പിതാവിന്റെ ദൈവമായിരിക്കുന്ന യഹോവയാണ് ഞാൻ നിങ്ങളെ കാണുമ്പോൾ. അവൻ ഇന്ന് വന്നപ്പോൾ പറയാന്ന് വിചാരിച്ചു, ഞാൻ പാസ്റ്റർ അനോജ, അല്ലെ ഞാൻ അനോജ നിങ്ങളുടെ പാസ്റ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കത്തില്ലേ പാസ്റ്റർക്ക് എന്തോ ഇല്ലേ? എന്നാൽ 80 വർഷം കഴിഞ്ഞ്, സംസാരമില്ല, ഫോണില്ല, വർത്തമാനമില്ല, കണ്ടിട്ടില്ല, 80 വർഷം കഴിഞ്ഞ് കാണുമ്പോൾ പറയേണ്ടി വരുമോ? അങ്ങനെയാണെങ്കിൽ
മോശ ദീർഘ 80 വർഷത്തിന് ശേഷം ദൈവത്തിന്റെ പ്രത്യക്ഷത കണ്ടിട്ട് ഇതാരാ എന്താന്ന് മനസ്സിലാക്കാതിരിക്കുമ്പോൾ ദൈവം പറയാണ്, ആമേൻ, ഈ ഹോരേബിൽ, ആമേൻ, സ്തോത്രം, ഞാൻ പ്രത്യക്ഷപ്പെട്ടിട്ട് തന്നെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറയുന്നു, ആമേൻ, ഈ നിന്റെ അപ്പന്റെ ദൈവമാണ്. നിന്റെ അപ്പന്റെ നിനക്കറിയാലോ, പക്ഷെ കേട്ടോ, നിന്റെ അപ്പന്റെ ദൈവം ഞാനാകുമെന്ന് കണ്ടെത്തുന്നത് വരെ അന്വേഷിക്കാതിരിക്കുമെന്ന്, ആമേൻ, സ്തോത്രമിരിക്കുന്ന ആര് പറയും, കണ്ടെത്തുന്നത് വരെ. ഇന്നും പകൽ അതാണ് നമ്മുടെ റെസ്റ്റോറേഷൻ നടന്നെങ്കിൽ ഓൺ ദ അതർ സൈഡ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും ഞാൻ ചലഞ്ച് ചെയ്യുന്നു, ഞാൻ എന്നെ തന്നെ ചലഞ്ച് ചെയ്യുന്നു, കർത്താവിന്റെ വരവോളം, until he comes. രാത്രിയാവാം, മഴ പെയ്യാം, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, പ്രയാസകരമായ സാഹചര്യങ്ങൾ ഉണ്ടാകാം. പക്ഷെ ഇന്നു പകൽ കർത്താവിന് നമ്മോടുള്ള സ്നേഹം, നമ്മോടുള്ള തെരഞ്ഞെടുപ്പ്, കർത്താവ് നമ്മെ കണ്ടെത്തുന്നത് ഇത്ര ദീർഘക്ഷമയോടെ, ആമേൻ, ആണെങ്കിൽ അതിനോടുള്ള സ്വാഭാവിക പ്രതികരണം ഇന്ന് പകൽ കർത്താവിന് നൽകാൻ എത്ര പേര് തയ്യാറാകും? ഹൃദയം കൊണ്ട് ദൈവത്തിന് സമർപ്പിക്കുന്ന പകലാകട്ടെ. രണ്ടാമത്തെ, ആമേൻ, ചിന്ത, രണ്ടാമത്തെ വചനം എന്നറിയാമോ? ആമേൻ, ഒരു സ്ത്രീയെ കുറിച്ച് അവിടെ പറയുകയാണ്. 8ാമത്തെ വാക്യം, അല്ല, ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മ ഉണ്ടെന്ന് ഇരിക്കട്ടെ, ഒരു ദ്രഹ്മ കാണാതെ പോയാൽ വീട് അടിച്ചുവാരി അത് കണ്ട് കിട്ടും വരെ ഹലോ, സൂക്ഷ്മതയോടെ അന്വേഷിക്കാതിരിക്കുമോ? ചോദ്യമാ, ഉത്തരം അന്വേഷിക്കാതിരിക്കുമോ? ആടില്ലായിരിക്കും, പക്ഷെ ഇച്ചിരി സ്വർണ്ണം ഉണ്ടായാൽ അറിയാൻ വിവരം. ആടിന് ചിലർ ഇവിടുന്ന്, നിങ്ങളെ കുറിച്ചല്ല, ചിലരിങ്ങനെ കണക്ക് കൂട്ടും, ആടിന് ഒരു 5000, പക്ഷെ ഒരു പവൻ ഇപ്പം ആട് പോയാൽ പോട്ടെ. എനിക്ക് തോന്നുന്നു അവിടെ ഈ സംഭവം പറയുമ്പോൾ സ്ത്രീകൾ ആരെങ്കിലും പ്രസംഗിക്കാൻ കേൾക്കാൻ കാണുമെന്ന എൻ്റെ ചിന്ത. നിങ്ങൾ കേട്ടോണേ, ആട് ഈ ബ്രഹ്മ ജീവനില്ല. നിങ്ങൾ അവിടെ ഈ കാണാതെ പോയത് കണ്ടെത്തുക എന്ന് പറയുന്നത് ഇച്ചിരി ശ്രമകരമായ പണിയാണോ? ഒരാള് രാത്രിയിൽ ഒരു സ്ട്രീറ്റ് ലൈറ്റിന്റെ കീഴിൽ ഇങ്ങനെ തപ്പി നടക്കും. അന്നേരം വേറെ ആളായിട്ട് അന്നും ചോദിച്ചു, താങ്കൾ എന്ത് ചെയ്യുന്നത്? അതിന് പുള്ളി പറഞ്ഞു, എൻ്റെ പേഴ്സ് കാണാൻ പോയി, അതുകൊണ്ട് തപ്പ് വന്നു. അതിനെ പുള്ളി ചോദിച്ചു, അല്ല ഇവിടെയാണോ കാണാൻ പോയെന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, അല്ല ഇവിടെ വെളിച്ചമുള്ളതുകൊണ്ട് ഇവിടെ തപ്പ് വന്നു. അതായത് പുള്ളി വന്ന വഴിക്ക് എവിടെയോ പോയത്, അവിടെ ഒന്നും വെളിച്ചമില്ലാത്തടത്ത് തപ്പിയാൽ കാണത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ, വെളിച്ചം ഉള്ളിടത്ത് എങ്ങനെയുണ്ട്? ഇവിടെ കാണും സെർച്ചിങ്ങിൻ്റെ അകത്ത് ഇവിടെ പറയുന്നു, ഒരു സ്ത്രീക്ക് ധർമ്മ അത് നഷ്ടപ്പെട്ടു. അവൻ എന്ത് ചെയ്യുന്ന എഴുതിയിരിക്കുന്നത്? അപ്പൊ സ്വാഭാവികമായ വെട്ടം പോരാ, കൂടുതൽ ആണോ എന്നേലും തോന്നിയിട്ടുണ്ടോ? നമുക്ക് അങ്ങനെ വല്ലോ? വിളക്ക് ജനലും കഥം തുറന്നിട്ട് നല്ല എഴുതിയിരിക്കുന്നേ, ജനലും കഥ തുറന്നിട്ട് അകത്ത് വെട്ടം വരാൻ സാധ്യതയുണ്ടോ? ഉണ്ട്. പക്ഷേ ആ വെളിച്ചത്തിൽ ഇതിനെ കണ്ടെത്താൻ എല്ലാവരും ഇവിടെ ഉണ്ടോ? പ്രയാസമുള്ളത് കൊണ്ട് അവിടെ എന്ത് ചെയ്തു? വിളക്ക് കത്തിച്ച്. എന്ത് ചെയ്തു? വീടടിച്ചു പോയി. എല്ലാവരും വീടടിച്ചു വരുന്നവരല്ലേ? അല്ലേ?
എന്ന് അങ്ങനെ ആയിരിക്കും ഈ സഹോദരി അന്ന് വീടടിച്ചു വാരി. മറ്റേത് പൊടി കളയാനാ വീടടിച്ചു വാരിയേ, ഇത് പൊടി കളയാനല്ല, വിലയേറിയ ദ്രഹ്മ കണ്ടെത്താനാണ്. അപ്പൊ ഇതിന് സാധാരണ ചെയ്യുന്നതിനെക്കാട്ടും ഒരു പ്രത്യേകത ഉണ്ടോ? അപ്പൊ കണ്ടെത്തും വരെ ഒന്ന് വിളക്ക് കത്തിച്ചു, രണ്ട് അടിച്ച് വാരി, അത് കണ്ടെത്തും വരെ. ആ പദം കേട്ടോ, സൂക്ഷ്മതയോടെ. എങ്ങനെ? സൂക്ഷ്മതയോടെ. നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണേ, നിങ്ങളുടെ ഒരു സാധനം കാണാതെ പോകുമ്പോൾ, അല്ലെങ്കിൽ വിലയുള്ള ഒരു സാധനം കാണാതെ പോകുമ്പോൾ, അതന്വേഷിക്കുമ്പോൾ നിങ്ങൾ ആ റൂമിന്റെ പിക്ചർ ഒന്ന് നോക്കി. അലമാരിലാണോ വെച്ചെന്നറിയത്തില്ല, സാരിയുടെ ഇടയിലാണോ വെച്ചെന്നറിയത്തില്ല, അതെല്ലാം എന്ത് ചെയ്യും? വലിച്ചു വാരി എടുത്തില്ല, അതെല്ലാം എടുത്ത് അത് നിങ്ങളുടെ അതിന്റെ പറഞ്ഞില്ലേ, അത് തത്രപ്പാടും വെപ്രാളം എത്രയാണോ അതുപോലെ ഇരിക്കുക റൂം ഇല്ലേ. തുണിയെല്ലാം എടുത്ത് ഇടും, സോഫായും കട്ടിലും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറ്റിയിടും. ഒറ്റ കാര്യത്തിന് വേണ്ടി എന്തെന്നറിയോ, ഈ കാണാതെ പോയത് സൂക്ഷ്മമായി അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ, നമ്മുടെ മലയാളത്തിൽ പറഞ്ഞ പോലെ കുന്തം പോയാൽ, അതായത് കുന്തം ഒരിക്കലും കുളത്തിൽ, കുന്തം അവിടെ കിടക്കുന്നു, കുളം അവിടെ കിടക്കുന്നു. പക്ഷേ അതിന് വലിയൊരു കാര്യമുണ്ട്. എന്നൊരു കുന്തം പോയാൽ കുടത്തിലും തപ്പണം എന്ന് പറഞ്ഞ കാര്യം അത്, അതായത് നമ്മൾ ശ്രദ്ധിക്കാത്ത സ്ഥലത്തും നമ്മൾ അന്വേഷിക്കണം എന്നല്ല അർത്ഥം. ഞാൻ ഇത് കണ്ടപ്പോ അവിടെ സൂക്ഷ്മതയോടെ കണ്ടെത്തും വരെ എത്ര കാര്യം ചെയ്തു? വിളക്ക് കത്തിച്ചു, വീടടിച്ചു വാരി, അതെല്ലാം കണ്ടെത്തും വരെ എന്ത് ചെയ്തു? സൂക്ഷ്മതയോടെ അന്വേഷിക്കാതിരിക്കുമോ? ഇപ്പോഴും നിങ്ങൾക്ക് അങ്ങനെ ഫീലിംഗ് ഉണ്ടെങ്കിൽ, ആരോ പറഞ്ഞു ആഭരണങ്ങൾ ഉപയോഗിക്കുന്നവര് കല്യാണത്തിനൊക്കെ പണ്ട് കൈ മുഴുവൻ വളയും ഇങ്ങനെ ഒത്തിരി മാലൊക്കെ ഇടുന്ന കാലം കഴിഞ്ഞെന്ന് പറഞ്ഞു. ഇപ്പൊ ഒറ്റ വളയും ഒറ്റ, പക്ഷെ അതിന് 3 കോടിയുടെയൊക്കെയാണ് അതിന്റെ സാധനത്തിന് അറിയാമല്ലോ. ഇപ്പോ ഡയമണ്ടോ പ്ലാറ്റിനോ ഡയമണ്ട് ഇതൊക്കെയാണ്. അപ്പൊ ഇനി അങ്ങനെ ഒരു സാധനം പോയി നോക്കണം. അന്നേരം പറയും എന്തിനാ അന്വേഷിക്കാൻ പോലും നിൽക്കത്തില്ല, അതിനു മുമ്പ് നമ്മുടെ കാറ്റും. കാര്യം വിലയേറിയ സാധനമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് ചോദിക്കേ, ഇവിടെ ചോദിക്കുക അന്വേഷിക്കാതിരിക്കുമോ? അവിടെ ഇരിക്കുന്ന സഹോദരിമാർ എന്തായിരിക്കും മറുപടി പറയുന്നത്? അന്വേഷിക്കണം. എപ്പോ വരെ? അത് കണ്ടെത്തും വരെ. ഇതൊരു സഹോദരിക്ക് അത്രയും ബാധ്യത, അത്രയും അതിനെക്കുറിച്ച് ഇതുണ്ടെങ്കിൽ ഇന്ന് പകൽ അതിന്റെ മറുവശം എന്നാന്നറിയോ? കർത്താവിന്റെ വരവോളം ഒരു എക്സ്ട്രാ വിളക്ക് കത്തിക്കാൻ തയ്യാറുണ്ടോ? സാധാരണയിൽ കവിഞ്ഞത് ചെയ്യാൻ സാധ്യതയുണ്ടോ? സൂക്ഷ്മതയോടെ. നമ്മുടെ കാലിന്റെ മുമ്പിൽ വന്ന് കിടന്ന തപ്പിയ കിട്ടാൻ എളുപ്പമാണ്. പക്ഷെ ഇത് നമ്മൾ കാണാത്തിടത്താണ് കിടക്കുന്നെങ്കിലോ? ഇതുകൊണ്ട് ബൈബിളിൽ പല സ്ഥലത്തും പല ഭാഗങ്ങളിൽ ഇതിട്ടുണ്ട്, ന്യായപ്രമാണത്തിന്റെ അത്ഭുതങ്ങളെ കാണാൻ എൻ്റെ കണ്ണുകളെ തുറക്കണം. ഇത് ഞാൻ പറയുന്ന സന്ദേശം, ആമേൻ, സ്തോത്രം, പരിശുദ്ധാത്മാവ് ഇതിന്റെ പ്രായോഗികതയും ഇതിന്റെ അനുഭവം നമ്മളിൽ വെളിപ്പെടുത്തട്ടെ. 3-ാമത്തെ വാക്യം പറഞ്ഞ് ഞാൻ നിർത്തും. നഷ്ടപ്പെട്ട മകന്റെ കാര്യം പറയുമ്പോൾ ഇതിൽ നിന്നൊരല്പം വ്യത്യസ്തമാണ്. ഇവിടെ നഷ്ടപ്പെട്ട ആടിനെ അന്വേഷിച്ച് കണ്ടെത്തുക, നഷ്ടപ്പെട്ട ബ്രഹ്മ അന്വേഷിച്ച് കണ്ടെത്തുക. പക്ഷെ ഈ പുത്രൻ മടങ്ങി വന്നില്ലേ? ആ കാര്യം നഷ്ടപ്പെട്ടെന്നറിയോ?
നിങ്ങൾ രണ്ടു വശം പറഞ്ഞ രണ്ടു വശത്തിനും അതിനിതുണ്ട്. ആർക്കാ മനസ്സിലായി ആരെ നഷ്ടപ്പെട്ടെന്ന്? അപ്പൻ മകനെ അന്വേഷിച്ചു പോയോ? പക്ഷെ മകൻ അപ്പനെ അന്വേഷിച്ചു വന്നോ? ആ വാക്യം 20ാമത്തെ വാക്യം വായിച്ചേ. അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ പോയി. ദൂരത്ത് നിന്ന് തന്നെ അപ്പൻ അവനെ കണ്ട് മനസ്സറിഞ്ഞ് ഓടിച്ചെന്ന് അവന്റെ കഴുത്ത് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു. നിങ്ങൾ ഈ രണ്ടുപേരെ ഒരുമിച്ച് ഒറ്റ സ്ക്രീനിൽ ഒന്ന് കാണണേ. അങ്ങനെ അവൻ എഴുന്നേറ്റ്. അപ്പൊ അവൻ എവിടെയോ ആയിരുന്നു. അവൻ എണ്ണീറ്റു. അപ്പന്റെ ഇദ്ദേഹത്തിന് വീടറിയാവോ? എന്ന സ്ഥലത്താണ് അറിയാം. അപ്പൊ പോകാൻ എളുപ്പമായിരിക്കുമോ? പോകാൻ എളുപ്പമായിരിക്കും. പക്ഷെ ഈ സാഹചര്യത്തിൽ അവിടെ ചെല്ലുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. 2, ദൂരത്ത് നിന്ന് അപ്പൻ. എന്റെ ചോദ്യം, അപ്പൻ ഇദ്ദേഹത്തെ പ്രതീക്ഷിച്ച് കാണുമോ? യെസ്, അപ്പൻ അവനെ പ്രതീക്ഷിച്ചിരിക്കുക. എന്തുകൊണ്ടാ പിന്നെ ഇവനെ അന്വേഷിച്ചു പോകാഞ്ഞേ? എന്നറിയോ? ഇവൻ കുറേ ദിവസം മുമ്പ് അപ്പൻ്റെ അടുക്ക് വന്നിട്ട് ഒരു വർത്തമാനം പറഞ്ഞു. അപ്പാ, എനിക്ക് എൻ്റെ പങ്ക് തരണം. അതായത് പ്രായപൂർത്തിയായി ഒരു കാര്യം സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയുന്ന പരുവമാകുമ്പോഴാണ് മക്കൾക്ക് എന്ത് കൊടുക്കുന്നത്? അങ്ങനെ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോയ ആളാണ് ഈ മകൻ. ഇത് ഈ കഥയിൽ പറയുന്നവൻ പോയി എല്ലാം നശിപ്പിച്ചത്. തിരിച്ചു വന്നപ്പം അപ്പൻ എന്ത് ചെയ്തോണ്ടിരിക്കുകയെന്ന് അവനെ ദൂരത്ത് നിന്ന് കണ്ടു. അതിന്റെ അർത്ഥം എന്തുവാ? അവൻ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. അടുത്തൊരു കാര്യം കണ്ടു, അപ്പൻ അവനെ കണ്ടു. 1, 2 മനസ്സലിഞ്ഞു. 3 അപ്പൻ്റെ കയ്യിൽ വെട്ടുരുവായുണ്ടോ? അപ്പൻ്റെ കയ്യിൽ ഒലക്കയുണ്ടോ? അപ്പം വരുന്നത് ഇന്നെ തീർത്ത് കളയാനാണോ അല്ലയോ എന്ന് ആ ഓട്ടം കണ്ടാൽ തിരിച്ചറിയാൻ സാധ്യത ഉണ്ടോ ഇല്ലയോ? പറ 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 പറ. നിങ്ങൾ ആരേലും ഇവിടെ ഇരിക്കുന്ന ദൈവങ്ങളെ നമ്മൾ ദൈവത്തിന്റെ കാര്യം ഒത്തിരി പറഞ്ഞല്ലേ. ഇവിടെ ഇരിക്കുന്ന വ്യക്തിപരമായിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി. ദൈവം നമ്മളിലേക്ക്, കർത്താവ് നമ്മളിലേക്ക് ഓടി വരുന്നത് കണ്ടപ്പോൾ നിങ്ങൾക്ക് ഓടി പോകാനാണോ തോന്നിയിട്ടുള്ളത്? ഓടി അടുക്കാനാണോ? അതായത് ഈ അപ്പൻ കാത്തിരുന്നത് അവൻ മടങ്ങി വരുവോളം. He waited until he comes. എന്ന് പറയും. ഇതെല്ലാം നഷ്ടപ്പെട്ട മനുഷ്യൻ മടങ്ങി വന്നപ്പോ അവൻ വരുവോളം കാത്തിരുന്നു. ആര്? അപ്പൻ. അങ്ങനെയാണെങ്കിൽ അതേ പേഷ്യൻസ് നമുക്ക് ഇതിന്റെ മറ്റൊരു അർത്ഥത്തിൽ ചിന്തിക്കണം. കർത്താവ് വരുവോളം. ഇദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു വരുമെന്ന്. കാര്യം അറിയോ? ഇത് കൊടുത്തപ്പോഴും അപ്പന്, ഇത് എൻ്റെ ഒരു ഊഹമാണ്, അപ്പനറിയാം യെസ് ഇവൻ ഇത് ജ്ഞാനമായിട്ട് ഉപയോഗിക്കാൻ, ഇത് ശരിയായിട്ട് ഉപയോഗിക്കാൻ ഇവന് കഴിയുമോ അല്ലെങ്കിൽ എന്നുള്ളൊരു സംശയം അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ അദ്ദേഹം പറയും തീർച്ചയായിട്ടും അവൻ മടങ്ങി വരും. ഇത് പറയുന്നതിൻ്റെ മറുവശമാണ് ചിന്തിക്കേണ്ടത്. എന്നറിയാമോ? ഈ നഷ്ടപ്പെട്ട മകൻ വരാൻ കാത്തിരുന്ന അപ്പൻ്റെ ഹൃദയം
ഇന്ന് പുതിയ നിയമസഭയിലെ ദൈവമക്കളായിട്ടുള്ള ഓരോരുത്തർക്കും അവൻ കർത്താവ് തരട്ടെ. എന്തിനാണെന്നറിയോ? കർത്താവ് വരുവോളം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആ അപ്പൻ തൻ്റെ നഷ്ടപ്പെട്ട മകനെ കുറിച്ച് പറഞ്ഞത്, അവൻ എന്നിൽ നിന്ന് ദൂരെ പോയി, എന്നിൽ നിന്ന് ലഭിക്കേണ്ടതെല്ലാം കൊണ്ടുപോയി എന്ന കാര്യം പലരോടും പറഞ്ഞു കാണും. പക്ഷെ അവരെല്ലാം അദ്ദേഹം ഒരു വാക്ക് കൂട്ടിച്ചേർത്തിട്ടുണ്ടാകും. അവൻ ഒരിക്കൽ മടങ്ങി വരുമെന്ന് എനിക്ക് മടങ്ങി വരുമെന്ന്, എൻ്റെ കണ്ണടയിൽ മുമ്പ് അവൻ എന്നെ കാണാൻ തിരിച്ചു വരുമെന്ന്. അവൻ ഇത് അപ്പന് നഷ്ടപ്പെട്ടു പോയ പുത്രനാണ് കുറിച്ചുള്ളതാണെങ്കിൽ, ഇന്ന് പകൽ പുതിയ നിയമസഭയ്ക്കുള്ള പ്രത്യാശ നഷ്ടപ്പെട്ട അവൻ വ്യക്തിയെ കുറിച്ചല്ല, നഷ്ടപ്പെട്ട സകലത് നമുക്ക് മടക്കി തരാൻ, അവൻ നഷ്ടപ്പെട്ട പറുദീസ മടക്കി തരാൻ, നഷ്ടപ്പെട്ട നിത്യജീവൻ മടക്കി തരാൻ അവൻ സ്തോത്രം നമുക്ക് വേണ്ടി അവൻ സ്തോത്രം വരുവാൻ തുടങ്ങുന്ന അവൻ കർത്താവിന്റെ സ്വരത്തിനായി എത്ര പേര് ഇന്ന് പകൽ കാതോർക്കും. ഒരു ആത്മീക സന്ദേശം നിങ്ങളുടെ ഹൃദയത്തിൽ ഇന്ന് പകൽ തുടിക്കട്ടെ. കണ്ടെത്തും വരെ, അവൻ കണ്ടെത്തും വരെ, അവൻ തിരികെ മടങ്ങിയെത്തും വരെ, അവൻ എന്നുള്ളതാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് എത്രയോ പ്രോസസ്. ഇന്ന് പകലിൽ ഒരു കാര്യം കൂടെ ഞാൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരു നല്ല പ്രൊഡക്റ്റ്, ആ നല്ല പ്രൊഡക്റ്റായിട്ട് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു വലിയ പ്രോസസ്സ് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഒരു നല്ല പ്രോസസ്സിലല്ലേ ഒരു നല്ല പ്രൊഡക്റ്റ് ഉണ്ടാകുന്നേ. അത് ചുമ്മാ കൊണ്ടാകുവാണോ? അല്ല. അപ്പോൾ പ്രോസസ്സ് എത്ര സ്ട്രോങ് ആകുമോ, അല്ലെങ്കിൽ എത്ര നന്നായിരിക്കുമോ, ആ പ്രൊഡക്റ്റ് അത്ര നന്നായിരിക്കും. ആണോ? അങ്ങനെയാണെങ്കിൽ എല്ലാവരും ഓർത്തോണം, ഇന്ന് പകൽ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത പ്രോസസ്സ് സിമ്പിളായിരുന്നോ ഹാർഡായിരുന്നോ? ഹാർഡായിരുന്നു. അതുകൊണ്ട് ഉണ്ടായ റിസൾട്ട് പ്രൊഡക്റ്റ് എങ്ങനെയായിരിക്കും? ആണോ? ഓൺ ദ അതർ സൈഡ് ഇനിയും നമ്മൾ പ്രാപിക്കാൻ തുടങ്ങുന്ന ഏറ്റവും വലിയ പ്രൊഡക്റ്റ്, ആ പ്രൊഡക്റ്റ് എന്നുള്ള പദം നമ്മൾ ഏറ്റവും അധികം പ്രാപിക്കാൻ പോകുന്ന വ്യക്തിത്വം യേശു കർത്താവാണെങ്കിൽ അതിന്റെ പ്രോസസ് ഈസി ആയിരിക്കും? നോ, നോട്ട് അറ്റ് ഓൾ ഈസി. പക്ഷെ ഇന്ന് പകൽ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, കർത്താവ് നമ്മളോടുള്ള ബന്ധത്തിൽ ചെയ്ത പ്രോസസ്സ് അത് വിലയേറിയതായി നമ്മളെ വിലയേറിയവരായിട്ട് മാറ്റിയെങ്കിൽ തിരിച്ചുള്ള പ്രോസസ്സിലാണ് ഇന്ന് പകൽ നമ്മളെന്നറിഞ്ഞ് അതിനുവേണ്ടി നമ്മെ തന്നെ സമർപ്പിച്ച് അവൻ കർത്താവ് വരുവോളം until he comes. അവൻ ഇന്ന് പകലെല്ലാ ഹൃദയങ്ങളുടെ ദൈവസന്നിധിയിലേക്ക് ആഗ്രഹമാക്കി ഒരു നിമിഷം കണ്ണുകൾ അടച്ചു.